വെൽക്കം ടു എജുപോഡ്. മക്കളെ, നമ്മുടെ എക്സാമിങ് അടുത്തെത്തി കഴിഞ്ഞു. മാത്രമല്ല, നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഈ സോഷ്യോളജിയിൽ നിർബന്ധമായിട്ടും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്സ് പരിചയപ്പെട്ടാലോ? പഠിച്ചു വെച്ചോളൂ, ഒരിക്കലും നിങ്ങൾക്ക് ഇത് വേസ്റ്റ് ആവില്ല. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. മാത്രമല്ല, എന്തായാലും പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു എക്സാമും ഇല്ല. അതുപോലെ നമ്മുടെ ഈ നോട്ട്സ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് നമ്മുടെ ഈ ഒരു ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിന് മുകളിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്ന നോട്ട്സ്, അതുപോലെ തന്നെ നമുക്ക് മൈക്രോ ബിറ്റ്, ദെൻ PYQ, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറിയും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. വേണോ വേസ്റ്റ് ചെയ്യണോ? വേണ്ടല്ലോ. അപ്പോൾ എന്താ ചെയ്യുക, പെട്ടെന്ന് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നോക്കിയാലോ, ചുരുങ്ങിയ സമയം കൊണ്ട് ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, എന്നാ ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് എന്ത്? സെൽഫ് റിഫ്ലെക്സിവിറ്റി. ഓർമ്മയുണ്ടോ? എവിടെ പഠിച്ച നമ്മളെ? എവിടെയാ? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്വയം പ്രതിബദ്ധനം. ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 2 അതുപോലെ തന്നെ 3 മാർക്കിന് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി. എന്താ മക്കളെ ഈ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ സോഷ്യോളജി സെൽഫ് റിഫ്ലെക്സിവിറ്റി മീൻസ് ദ എബിലിറ്റി ടു ക്രിട്ടിക്കലി എക്സാമിൻ your own role, perspective and potential biases when studying or interacting with the society. ഒന്നുമില്ല, അപ്പം നമ്മൾ സമൂഹത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ റിസർച്ച് ചെയ്യണമെന്ന് കരുതാം. എന്ത് വിഷയമായിക്കോട്ടെ, സൈറ്റിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. വിഷയത്തിന് എന്തായാലും എന്തില്ല, കുറവില്ല. ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കണ സമയത്ത് പഠിക്കുകയോ സ്റ്റഡി നടത്തുമ്പോൾ അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇടപെടലുകളൊക്കെ നമ്മൾ ഉണ്ടാകും. അതുപോലെ നമ്മുടെ സ്വന്തം പങ്ക്, നമ്മുടെ കാഴ്ചപ്പാട്, അവിടെ സാധ്യതയുള്ള പക്ഷാപാതങ്ങൾ എന്നിവയെ നമ്മൾ വിമർശനാത്മകമായി പരിശോധിക്കുവാനുള്ള കഴിവാണ് എന്തെന്ന് പറയുന്നത് സെൽഫ് റിഫ്ലെക്സിവിറ്റി, സ്വയം പ്രതിബദ്ധനം എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മളൊരു സ്റ്റഡി നടത്തുമ്പോൾ നമ്മുടെ വ്യൂ പോയിന്റിലൂടെ മാത്രം നോക്കാതെ മറ്റൊരാളുടെ വ്യൂ പോയിന്റിലൂടെ നമ്മൾ അതിനൊന്ന് ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കും? അതിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ്നെസ് പോസിറ്റീവ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ ടോപ്പിക്ക്. മറ്റൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടോപ്പിക്കാണ് എന്ത്? ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. അല്ലെ, വളരെ പ്രാധാന്യം നൽകുന്ന ടോപ്പിക്കാണ് ഇന്ത്യയിലെ സ്ത്രീ പുരുഷാനുപാതം കുറയൽ. ഇതൊരു എസ്സേക്ക് വരെ നമുക്ക് ഈ ടോപ്പിക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ തന്നെ 2 റീസൺസ് ആണ് നമ്മുടെ ചോദിച്ചത്. 2 കാരണങ്ങളാണ് ഇന്ത്യയിലെ സ്ത്രീ പുരുഷാനുപാതം കുറയുവാനുള്ള 2 കാരണങ്ങളൊക്കെ നമുക്ക് 2-3 മാർക്കൊക്കെ ചോദിക്കാം. പക്ഷേ നമുക്കൊരു എസ്സേ ടോപ്പിക്ക് വരെ നമുക്കിത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പഠിച്ച വെച്ചൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? എന്താണ്? ഒന്ന് ഹൈ മെറ്റേണൽ മൊറാലിറ്റി റേറ്റ് ആണ്, ഉയർന്ന മാതൃമരണ നിരക്ക് ആണല്ലോ. മറ്റൊന്നെന്താണ്? മാൽ ന്യൂട്രീഷൻ അല്ലെ, പോഷകാഹാരക്കുറവൊക്കെ നമുക്ക് സ്ത്രീ പുരുഷാനുപാതം അല്ലെങ്കിൽ സ്ത്രീകളുടെ എണ്ണം കുറയുവാനുള്ള കാരണങ്ങളാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ സ്ത്രീയും പുരുഷനും നോക്കുമ്പോൾ 1000 പുരുഷന് 1000 സ്ത്രീ ഇല്ല, വളരെ കുറവാണ്. ഒരു 900 സംതിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിനുള്ള റീസൺസ് കുറേ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു എസ്സേ ടോപ്പിക്കാണത്. എസ്സേ ഒക്കെ പഠിക്കുന്ന പോലെ നിങ്ങൾ പഠിച്ചോളൂ. നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് മാർക്ക് ഷുവർ ആണ്. അപ്പോൾ പഠിക്കാം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല മക്കളെ. ദെൻ എന്താണ് ബർത്ത് റേറ്റ്? അറിയാലോ എന്താ ബർത്ത് റേറ്റ് എന്നുള്ളത്? യെസ്, ഡെത്ത് റേറ്റ് അറിയാലോ. അതിന് ഇക്വേഷൻസ് ഒക്കെ അറിയില്ലേ? പഠിച്ചു വെച്ചോളൂ. ദെൻ ഫെർട്ടിലിറ്റി റേറ്റ്. ദെൻ താഴെ തന്നിരിക്കുന്നവ വിശദീകരിക്കുക. എന്താണ് ജനന നിരക്ക്, എന്താണ് മരണനിരക്ക്, അതുപോലെ ഉൽപാദനക്ഷമതാ നിരക്ക് എന്താണ്, അതിൻ്റെ ഇക്വേഷനുകളും കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എന്താണ് ദ നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 100? അപ്പൊ നോക്കാം എന്താണ് ബർത്ത് റേറ്റ്. എന്താണ് നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 പോപ്പുലേഷൻ.
അല്ലെ? 1000 പുരുഷരിൽ ഇപ്പോൾ ഒരു നിശ്ചിത പ്രദേശത്ത് ഏതൊരു സ്ഥലമായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു സമയമായിക്കോട്ടെ അവിടെയുള്ള മുഴുവൻ ജനസംഖ്യയിൽ 1000 പേരിൽ ഉണ്ടാകുന്ന ജീവനോടെ കൂടിയുള്ള ജനങ്ങളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1000 ആളുകളാണ് ആ പ്രദേശത്ത് ഉള്ളത് എങ്കിൽ അതിൽ ജീവനോടെ കൂടെയുള്ള ആളുകളുടെ എണ്ണമാണ് നമ്മളെ ബർത്ത് റേറ്റിൽ നമ്മൾ കണക്കാക്കാം. അപ്പോൾ ഡെത്ത് റേറ്റ് എന്നോ അതിന് ഓപ്പോസിറ്റ് ആവില്ലേ? ആവല്ലോ, ആകും. എന്ത്? നമ്പർ ഓഫ് ഡെത്ത് പെർ 1000 പോപ്പുലേഷൻ. ഇതേപോലെ തന്നെ ഒരു നിശ്ചിത പ്രദേശത്തെ നിശ്ചിത കാലയളവിലുള്ള മുഴുവൻ ജനസംഖ്യയുടെ 1000 പേരിൽ ഉണ്ടാകുന്ന മരണങ്ങളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? ഡെത്ത് റേറ്റ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഇക്വേഷനും കൂടെ പഠിച്ചു വെക്കാം. ദെൻ മറ്റൊന്നാണ് എന്ത്? നമ്പർ ഓഫ് ലീവ് ബർത്ത് പെർ 1000 women in the childbearing age group usually taken of the 15 to 49 years. സ്ത്രീകൾക്ക് ഗർഭധാരണ ശേഷിയുള്ള കാലഘട്ടത്തിൽ ഓരോ 1000 പേർക്കും ജീവനോടെ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫലപുഷ്ടത, ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ത് പറയുന്നത്? വാട്ട് ഈസ് ഫാമിലി? ഫാമിലി അറിയാലോ എന്താന്നുള്ളത്. അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സ് ഓഫ് ഫാമിലി, അതെ, ഒരു 6-8 സ്ട്രക്ചർ ഇല്ലേ? പാട്രിലീനിയൽ, മാട്രിലീനിയൽ, മാട്രിലോക്കൽ, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് അല്ലേ? നിയോലോക്കലൊക്കെ വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക? ഫാമിലി എന്ന് പറയുമ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്. ഫാമിലി ഈസ് എ ബേസിക് ആൻഡ് യൂണിവേഴ്സൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ട് ഇൻ ഓൾ ഹ്യൂമൻ സൊസൈറ്റീസ്. അല്ലേ? ഞാനും നിങ്ങളടങ്ങുന്ന എല്ലാവരും എന്താണ്? ഒരു കുടുംബത്തിൻ്റെ അംഗമല്ലേ? ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും കാണപ്പെടുന്ന ഒരു അടിസ്ഥാനപരവും സാർവത്രികപരവും സാമൂഹിക സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? കുടുംബം എന്ന് പറയുന്നത്. It refers to a group of people who are related by blood, marriage, adoption and usually live together or stay connected emotionally and socially. എല്ലാ രക്തം, വിവാഹം, ദത്തെടുക്കൽ എന്നിവയിലൂടെ ബന്ധമുള്ളവരും സാധാരണയായി ഒരുമിച്ച് ജീവിക്കുന്നവരോ അല്ലെങ്കിൽ വൈകാരിക സാമൂഹിക ബന്ധപ്പെട്ടിരിക്കുന്നവരുമായ ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? അതിൻ്റെ സ്ട്രക്ചേഴ്സ് ഓഫ് ഫാമിലി നമ്മൾ പറയുന്നത് ന്യൂക്ലിയർ ഫാമിലി അറിയാലോ, അതുപോലെ എക്സ്റ്റെൻഡ് ഫാമിലി. നിങ്ങൾ ന്യൂക്ലിയർ ഫാമിലിയിലാണോ എക്സ്റ്റെൻഡ് ഫാമിലിയാണോ? നിങ്ങൾ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക ഏതാ ഫാമിലി അംഗം എന്നുള്ളത് കേട്ടോ. കൂട്ടുകുടുംബങ്ങളൊക്കെ ഇപ്പം നമുക്ക് വളരെ കുറവാണ്, കാണൽ വിരളമായിട്ട് തന്നെയാണ്. ഏറ്റവും കൂടുതൽ എന്ന് കാണപ്പെടുന്നത് എന്താണ്? അണുകുടുംബങ്ങളാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെ സ്ട്രക്ചേഴ്സ് പഠിച്ചൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ടോപ്പിക്കാണ് മാർക്കറ്റൈസേഷൻ. ഓർമ്മയുണ്ടോ പഠിച്ചത്? ഓർമ്മയുണ്ടോ? അതിൻ്റെ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മാർക്കറ്റ്? കമ്പോളവൽക്കരണം അല്ലെ? അതിൻ്റെ സവിശേഷതകളും എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. എന്തൊക്കെ അതിൻ്റെ സവിശേഷതകളൊക്കെ അറിയാലോ അല്ലേ? യെസ്. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സാമ്പത്തിക വളർച്ചയെ അത് ഉത്തേജിപ്പിക്കുകയും ഇന്ത്യൻ വിപണികളെ വിദേശ കമ്പനികൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. പൊതു കമ്പനികളുടെ സ്വകാര്യവൽക്കരണവും വേജസ് വിലകൾക്കും മേലുള്ള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുന്നതിൽ ഉൾപ്പെടുന്ന ഫീച്ചേഴ്സുകളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സോഷ്യൽ ഹൈറാർക്കി, സാമൂഹിക ശ്രേണീകരണം. നമുക്കിതുപോലത്തെ ഒരു ടോപ്പിക്സിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്താണ് സോഷ്യൽ ഹൈറാർക്കി? റെഫേഴ്സ് ടു ദ റാങ്കിങ് ഓഫ് ഓർഡറിങ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി ബേസ്ഡ് ഓൺ ദ ഫാക്ടേഴ്സ് such as status, power, wealth, occupation, ethnicity, education and other social attributes. സാമൂഹിക ശ്രേണി എന്നത് എന്താണ്? ഒരു സമൂഹത്തിലെ വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെയോ
പദവി, അധികാരം, സമ്പത്ത്, തൊഴിൽ, വംശീയത, വിദ്യാഭ്യാസം, മറ്റ് സാമൂഹിക ഗുണങ്ങൾ തുടങ്ങി ഘടകങ്ങളെ അടിസ്ഥാനമാക്കി സൊസൈറ്റിയിലെ ജനങ്ങളെ റാങ്കിങ്ങോ അല്ലെങ്കിൽ ക്രമപ്പെടുത്തലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്ത് സൂചിപ്പിക്കുന്നത്, നമ്മൾ സോഷ്യൽ ഹൈറാർക്കി എന്ന് സൂചിപ്പിക്കുന്നു. ഒന്നുകിൽ വെൽത്ത് ആകാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആകാം, എന്തുമായിക്കോട്ടെ, എന്തിൻ്റെങ്കിലും അടിസ്ഥാനമായിട്ട് ജനങ്ങളെ വേർതിരിക്കുന്നുണ്ടെങ്കിൽ ആ സൈറ്റിൽ എന്താണ്, സോഷ്യൽ ഹൈറാർക്കിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ശ്രേണിയായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദു റിലീജിയനിലുള്ളൊരു ശ്രേണി ഇപ്പോൾ ജാതീയമായിട്ട് വേർതിരിക്കുന്നു അല്ലേ. ബ്രാഹ്മൺസ്, വർണ്ണ സിസ്റ്റം നിങ്ങൾക്കറിയാലോ, വർണ്ണ സിസ്റ്റം ഒക്കെ ബ്രാഹ്മൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് ആയിട്ട് ഇങ്ങനെ റാങ്ക് ആയിട്ട് തിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് സോഷ്യൽ ഹൈറാർക്കിയിൽ ഉൾപ്പെടുത്താം. ദെൻ സ്ട്രാറ്റിഫിക്കേഷൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സ്ട്രാറ്റിഫിക്കേഷൻ, വർഗീകരണം. എന്താണ്? സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലെവൽസ്. ഈ ലെവൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്നിപ്പോൾ നമ്മുടെ ജനങ്ങളെ ഇപ്പോൾ അപ്പർ ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്നൊക്കെ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യൂലേ, അതാണ് എന്ത് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഉയർന്ന, മധ്യ, താഴ്ന്ന വിഭാഗങ്ങളായിട്ട് ജനങ്ങളെ സമൂഹത്തിൽ തരം തിരിക്കുന്നതാണ് എന്ത് നമ്മുടെ വർഗീകരണം എന്ന് ഒരു പേര് കേൾക്കുന്നത് മനസ്സിലാവും അല്ലേ. ഇങ്ങനെ തരം തിരിക്കുന്നത്. മറ്റൊന്നാണ് സ്റ്റാറ്റസ് ആൻഡ് റോള് അല്ലേ. സ്റ്റാറ്റസും റോളും നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചൊരു ടോപ്പിക്കാണല്ലേ. അതൊക്കെ നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്, സ്റ്റാറ്റസും റോളും ഒക്കെ നോക്കാം. പീപ്പിൾ മേ ബി അസൈൻഡ് ഓർ അസ്യൂം സ്പെസിഫിക് റോൾസ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ പൊസിഷൻ ഇൻ ദി ഹൈറാർക്കി. ശ്രേണിയിലെ അവരുടെ സ്ഥാനത്തെ ആശ്രയിച്ച് ആളുകളെ നിയോഗിക്കുകയോ നിർദ്ദിഷ്ട റോളുകൾ ഏറ്റെടുക്കുകയോ ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടീച്ചർ, സൊസൈറ്റിയിലെ ടീച്ചർ, ഒരു അധ്യാപികക്ക് എന്തുണ്ട്, ഒരു റോളുണ്ട്, അല്ലെങ്കിൽ എന്തുണ്ട്, ഒരുപാട് കടമകളും കർത്തവ്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പം അത്ര വലിയ സാലറി വാങ്ങുന്നില്ലെങ്കിലും ഇപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ, ഡോക്ടർ എന്നുള്ളൊരു സ്റ്റാറ്റസ് ഉണ്ടാകും, ഒരു പ്രസ്റ്റീജ് ഉണ്ടാകും. ഇപ്പോൾ ടീച്ചർ അല്ലെങ്കിൽ IAS ഓഫീസർ എന്ന് പറയുമ്പോൾ ഒരു റോൾ തന്നെയല്ലേ, നമുക്ക് സ്റ്റാറ്റസ് തന്നെയല്ലേ. യെസ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ എന്താവും? വിവേചനം എന്ന് പറയുകയാണെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, പഠിച്ചു വെച്ചോളൂ, നിർബന്ധമാണ് കേട്ടോ. ഡിസ്ക്രിമിനേഷൻ ഈസ് ദ അൺഫെയർ ഓർ അൺജസ്റ്റ് ട്രീറ്റ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ സെൻട്രൽ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് റേസ്, അതുപോലെ ജെൻഡർ, റിലീജിയൻ, ഡിസബിലിറ്റി, സെക്സ്വൽ ഓറിയന്റേഷൻ ഓർ സോഷ്യൽ ക്ലാസ്. സമൂഹത്തിലെ ആളുകളെ, ഓരോ വ്യക്തികളെയോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെയോ വംശം, അതുപോലെ തന്നെ ലിംഗഭേദം, മതം, അതുപോലെ പ്രായം, വൈകല്യം, ലൈംഗിക ആഭിമുഖ്യം, അതുപോലെ സാമൂഹിക വർഗം തുടങ്ങിയ ചില സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കി വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ ഒക്കെ സമൂഹത്തിൽ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ വിവേചനം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, ഓക്കെ അല്ലേ? യെസ്. ദെൻ എക്സാമ്പിൾ ഓഫ് ഡിസ്ക്രിമിനേഷൻ, ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത് അൺഈക്വൽ ട്രീറ്റ്മെന്റ് അല്ലേ. പീപ്പിൾ ആർ ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി ഓർ ഡിഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് സിംപ്ലി ബിക്കോസ് ഓഫ് ദേ ആർ. ഒരു ജോലി അല്ലെങ്കിൽ ഒരു നല്ല ജോലി ലഭിക്കാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ആ വ്യക്തിക്കുണ്ട്, എല്ലാ യോഗ്യതയും ഉണ്ട്. പക്ഷേ എന്തെങ്കിലും വംശം അല്ലെങ്കിൽ റിലീജിയൻ്റെ ബേസ്ഡ് ആയിട്ട് അവനെ ആ ഒരു ജോബിൽ നിന്നും നിരസിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു അൺഈക്വൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മറ്റൊന്നാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലേ. ലിംഗ വിവേചനം നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാണ്, സൈഡിൽ കാണപ്പെടുന്നത്. എ വിമൺ ബീങ് പെയ്ഡ് ലെസ് ദാൻ എ മാൻ ഫോർ ഡൂയിങ് ദ സെയിം വർക്ക്. ഒരേ ജോലി ചെയ്യുമ്പോൾ സ്ത്രീ പുരുഷനേക്കാൾ കുറഞ്ഞ വേതനം ലഭിക്കുന്നുണ്ട്. നമുക്ക് എന്ത് പറയാം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമുക്ക് പറയാൻ പറ്റും. മറ്റൊന്നാണ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ അല്ലെ, മതപരമായ വിവേചനം. ഇപ്പോൾ ഒരു വ്യക്തിയുടെ വിശ്വാസമോ വിശ്വാസങ്ങൾ എന്നതിൽ കാരണം ആ വ്യക്തിക്ക് എന്തെങ്കിലും കാരണങ്ങളിൽ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ വിവേചനം നേരിടുന്നുണ്ടെങ്കിൽ എന്താണ് റിലീജിയൻ ഡിസ്ക്രിമിനേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക,
പഠിച്ചു വെക്കുക. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ടോപ്പിക് ആണ് മൈനോറിറ്റി റൈറ്റ്സ് ആൻഡ് നേഷൻ ബിൽഡിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. നമുക്ക് ഇതുപോലെ ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് ചോദിക്കുന്നുണ്ട്. ദെൻ എന്താണ് മൈനോറിറ്റി? ഈ മൈനോറിറ്റി പീപ്പിൾസ് പറഞ്ഞാൽ ആരാണ്? അറിയാലോ, ഒരു രാജ്യത്ത് എണ്ണത്തിൽ കൂടുതലുള്ള ആളുകളാണോ? അല്ല, എണ്ണത്തിൽ കുറവുള്ളതോ സാമൂഹികവും അതുപോലെ സാംസ്കാരികവുമായ സാമ്പത്തികവും പിന്നോക്കം നിൽക്കുന്നതുമായ ആളുകളെ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന നിയമപരമായ സംരക്ഷണങ്ങളും സ്വാതന്ത്ര്യവുമാണ് എന്തെന്ന് പറയുന്നത് ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകിൽ ഈ സൊസൈറ്റിയിലെ എണ്ണത്തിൽ കുറവുള്ള ആളുകളെ നമ്മൾ മൈനോറിറ്റീസ് എന്ന് നമ്മൾ പറയുന്നു. അപ്പം ഈ അവകാശങ്ങൾ എന്താകും? ന്യൂനപക്ഷങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഭാഷ, മതം, സംസ്കാരം എന്നിവ ഈ ഒരു ആക്ട് വഴി അവരെ സംരക്ഷിക്കുന്നുണ്ട്. വിവേചനത്തിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസവും തുല്യ അവസരങ്ങളും അവർക്ക് നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ ഇനി നമുക്കിത് നാഷണൽ ബിൽഡിംഗ് ഈസ് ദ പ്രോസസ് നോക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സ്വത്വബോധം, ഐക്യം, അവകാശം എന്നിവയുടെ പങ്കിട്ട ബോധം സൃഷ്ടിക്കുക. അതാണ് രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്നത്. ജനാധിപത്യ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക. അതുപോലെ തന്നെ എല്ലാ പൗരന്മാർക്കും സമത്വം, നീതി, പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യ പോലുള്ള വൈവിധ്യമാകുന്ന ഒരു രാജ്യത്ത് രാഷ്ട്ര നിർമ്മാണം എന്നാൽ എന്താണ്? വ്യത്യസ്ത ഭാഷ, മതങ്ങളുള്ളവരുണ്ട്, ഭാഷ സംസാരിക്കുന്നവരുണ്ട്, അല്ലെ? ഓരോ സ്റ്റേറ്റും എന്താ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലുള്ളതേ. യെസ്, അപ്പൊ എന്നുള്ള ആളുകൾ അവരുടെ തനതായ ഐഡന്റിറ്റികളെ ബഹുമാനിക്കുമ്പോൾ നമ്മൾ അവിടെ എന്തുണ്ടാകും? ഒരു സംയോജിപ്പിക്കൽ നമുക്ക് നടക്കും. ദെൻ ആർട്ടിക്കിൾ 29 ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 29 എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ താല്പര്യ സംരക്ഷണം. മറ്റൊന്നാണ് ആർട്ടിക്കിൾ 29 വ്യത്യസ്ത ഭാഷ, ലിപി, സംസ്കാരം ഉള്ള ഏതൊരു പൗരന്മാർക്കും അത് സംരക്ഷിക്കാനുള്ള അവകാശം ഈ ഒരു ആർട്ടിക്കിള് നൽകുന്നുണ്ട്. മറ്റൊന്നാണ് ആർട്ടിക്കിൾ 29 എന്താണ്? മതം, വംശം, ജാതി അല്ലെങ്കിൽ ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം പരിപാലിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഒരു പൗരനും പ്രവേശനം നിഷേധിക്കാൻ കഴിയില്ല എന്നതാണ് നമ്മുടെ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ദെൻ മറ്റൊന്നാണ് ആർട്ടിക്കിൾ 30 എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശം ആർട്ടിക്കിൾ 30 നൽകുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 30 എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അല്ലെ മതമോ അല്ലെങ്കിൽ ഭാഷാപരമോ ആയ സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും കൈകാര്യം ചെയ്യുവാനും എന്തുണ്ട്? അവകാശം ഉണ്ട്. ആർട്ടിക്കിൾ 31 പ്രകാരം വരുന്നുണ്ട്. ആർട്ടിക്കിൾ 30 എന്താണ്? ന്യൂനപക്ഷങ്ങൾക്ക് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് സഹായമോ ഗ്രാൻഡോ നൽകുന്നതിൽ സർക്കാർ വിവേചനം കാണിക്കാൻ കഴിയില്ല. നമുക്ക് ഇത്രയും ആർട്ടിക്കിൾസ് അതിന് ഇമ്പാക്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ചോളൂ, നിർബന്ധമായിട്ടും പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത്രയും ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സുകൾ നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. മസ്റ്റായിട്ട് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു നോട്ട്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ പുറകെ കാണുന്ന ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോളും. എന്തായാലും നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. നോട്ട്സ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ട് മൈക്രോബിറ്റ് ലഭിക്കും, അതുപോലെ PYക്കും ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി ടൈപ്പും അതുപോലെ മോഡേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചാപ്റ്റേഴ്സിൻ്റെ വേണ്ടേ. സുഷാണത്തിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണ്ടേ? റെഡിയല്ലേ നിങ്ങളെ? അപ്പം പഠിച്ചോളൂ, നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതാം, കോൺഫിഡൻറ്റിൽ മാർക്ക് വാങ്ങുക. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അതുവരെ ബൈ.